കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വീണ്ടും നമ്മളൊരു റൊട്ടീൻ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. എനിക്ക് ഇന്നത്തെ നിങ്ങളോടുള്ള ക്വസ്റ്റ്യൻ ഇതാണ്: നിങ്ങൾ വീട്ടിൽ ചെയ്യുന്ന ജോലികളിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു ജോലി ഏതായിരിക്കും? ആ ഒരു ജോലി ചെയ്യുമ്പോൾ നിങ്ങളുടെ മൈൻഡ് വളരെ ഫ്രീയും റിലാക്സ്ഡ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ എൻ്റെ ഫേവറേറ്റ് ജോലി ഏതാണെന്ന് ഞാൻ വഴിയെ വീഡിയോ കൂടെ തന്നെ പറയാം. അപ്പോൾ സമയം ഇപ്പോൾ ഏകദേശം വൈകിട്ട് 5 മണിയായിട്ടുണ്ട്. മക്കളൊക്കെ ട്യൂഷന് പോയി. അത് കഴിഞ്ഞാൽ ഇത്തിരി നേരം ഞാൻ എക്സസൈസ് ചെയ്യുന്ന സമയമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഭയങ്കര ചിട്ടയായിട്ട് എക്സസൈസൊക്കെ ചെയ്യുന്ന ആളാണെന്ന്. ഒരിക്കലും അല്ല. എനിക്കൊരു ഉത്തരവാദിത്വം ഇല്ല ഈ ഒരു കാര്യത്തിൽ. ബാക്കിയില്ലാത്തിൽ ഞാൻ ഭയങ്കരമായിട്ട് എത്ര നേരം വേണമെങ്കിലും ചെയ്യും. ഇതെനിക്ക് തീരെ ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു മേഖലയാണ്. അതുകൊണ്ട് ഈ ഒരു ഇയറിൽ പറ്റാവുന്നതും എനിക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ എക്സസൈസ് ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ അതിൽ ഇതുപോലെ ഞാനിപ്പോൾ നിങ്ങൾക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്താലും പിൻട്രസ്റ്റ് എന്നുള്ള ആപ്പിലൊക്കെ നോക്കിയാൽ ഇതുപോലെയുള്ള എക്സസൈസിൻ്റെ ഇതൊക്കെ കാണാൻ പറ്റും. ഇഷ്ടംപോലെ ഐഡിയാസ് ഉണ്ട്. പക്ഷെ നമുക്ക് ഇത്തിരി ഉത്തരവാദിത്തം വേണം, എന്നാൽ മാത്രം നടക്കുള്ളൂ. അപ്പോൾ കുറേയൊക്കെ ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പകുതിയൊന്നും ചെയ്യാറില്ല. അതിൽ ഏറ്റവും എളുപ്പമുള്ളതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ഈ കാണുന്ന പോലെ ഇതിലേതെങ്കിലും 1-2 സെലക്ട് ചെയ്ത് നമുക്ക് ചെയ്യാം. പതുക്കെ നമുക്ക് കൂട്ടി കൊണ്ടുവരാം. ഒന്നും പറ്റിയില്ലെങ്കിൽ മുറ്റത്ത് ഒരു അരമണിക്കൂറെങ്കിലും കുറച്ച് സ്പീഡായിട്ടൊന്ന് നടക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നമ്മുടെ ബോഡീനെ ഒന്ന് കെയർ ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും. ബോഡി പെയിനും കാര്യങ്ങളൊക്കെ കൂടിക്കഴിഞ്ഞാൽ ചെയ്യാനായിട്ട് പറ്റില്ല. വെയിറ്റ് അധികമായിട്ട് കൂടുമ്പോഴും ഭയങ്കര പാടായിരിക്കും കുറയ്ക്കാൻ. അപ്പോൾ ഞാൻ വലിയ ഉപദേശമൊക്കെ പറയുന്നെങ്കിലും എനിക്കൊരു ഉത്തരവാദിത്തം ഇല്ല കേട്ടോ ഈ കാര്യത്തിൽ. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് നിങ്ങളോടും കൂടി പറയുമ്പോൾ എനിക്ക് ചെയ്യാനൊരു മോട്ടിവേഷനാണ്. അങ്ങനെ കുറച്ച് നേരം മുറ്റത്തൊക്കെ നടന്ന ശേഷം ഞാൻ ദേ മുകളിലോട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ബാൽക്കണിയിൽ ഇവിടെ അങ്ങനെ ഇരിക്കാൻ എനിക്ക് നല്ല ഇഷ്ടം. അപ്പോൾ സാധാരണ ഞാൻ എന്താ പറയുക, എക്സസൈസും കാര്യങ്ങളൊക്കെ മടി പിടിച്ച് ചെയ്യാത്ത സമയത്ത് ഞാൻ വൈകിട്ടായി ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഇവിടെ ഇരുന്ന് എന്തെങ്കിലും വായിക്കുകയും അല്ലെങ്കിൽ ചിലപ്പോൾ ഫോണും നോക്കിയിരിക്കും. അപ്പോൾ ഫോൺ നോക്കലും കാര്യങ്ങളൊക്കെ വന്നതോടുകൂടി നമ്മൾക്ക് ഇഷ്ടപ്പെട്ട പല ഹോബീസൊക്കെ ചെയ്യുന്നത് വളരെ കുറവാണ്. ഒരുപാട് ഐഡിയാസ് ഫോണിൽ ഇങ്ങനെ ഉണ്ടാക്കാനായിട്ടൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ഒന്നും ചെയ്യാനൊരു മൂഡില്ല. ഫോണിൽ നോക്കി വെറുതെ ഇരിക്കാന്നല്ല, ട്രൈ ചെയ്യാൻ മടിയാണ്. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു കുറച്ച് മുത്തുകളും കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ മാല ഉണ്ടാക്കണം, ജ്വല്ലറിയുടെ ഐറ്റംസ് ഉണ്ടാക്കണതൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാം, ഈസി ആയിട്ടുള്ള എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരു വേറെ കാര്യം ചെയ്യുമ്പോഴേ നമ്മൾ ആ പഠിച്ച കാര്യങ്ങളൊന്നും മറന്നു പോവില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ബ്രേസ്ലെറ്റ് ഉണ്ടാക്കാമെന്ന്. അപ്പോൾ അതിന് വേണ്ടി ഒരു ഇലാസ്റ്റിക്കിൻ്റെ ത്രെഡ് ഉണ്ട്. അത് വെച്ചിട്ട് നമുക്ക് ഇത് മുത്തുകളൊക്കെ കോർത്തൊരു ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേസ്ലെറ്റാണ് ഉണ്ടാക്കിയെടുക്കാൻ പോണേ. അപ്പോൾ ഞാൻ പറയാൻ വന്നൊരു കാര്യം, ഈ മുത്തുകളും അങ്ങനത്തൊക്കെ ഉണ്ടല്ലോ, ഇത് ഞാൻ മീഷോയിൽ നിന്നാണ് വാങ്ങിയിട്ടോ. നല്ല കുറവിന് കുറേ കളറുകളും പല ഡിസൈനിലുള്ള മുത്തുകളൊക്കെ കിട്ടി. ഇത് മക്കൾക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മേടിച്ചതാണ്, എനിക്ക് വേണ്ടിയിട്ടൊന്നല്ല. പക്ഷേ ഇന്നെന്തോ ഞാൻ വിചാരിച്ചു ഇത് വെച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്ത് നോക്കാം. പണ്ട് എനിക്കിത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമായിരുന്നു, ജ്വല്ലറി മേക്കിങ്ങിന് ഉണ്ടാക്കാൻ. ഞാൻ പല ഡിസൈനിലൊക്കെ ഉണ്ടാക്കിയിരുന്നു. ഇപ്പം പിന്നെ ഫോണൊക്കെ വന്നതോടുകൂടി ഇങ്ങനത്തെ കാര്യങ്ങളോടൊക്കെ ഇൻട്രസ്റ്റൊക്കെ പോയി. ഫ്രീ ടൈം കിട്ടുമ്പോൾ ഫോൺ നോക്കാമെന്നുള്ളൊരു മൈൻഡ് സെറ്റിലേക്ക് ആയി. അപ്പോൾ നിങ്ങളും എന്തെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യാട്ടോ. അല്ലെങ്കിൽ നമുക്ക് ഇതൊക്കെ ചെയ്യാനുള്ള ആ ഒരു കോൺസെൻട്രേഷനും അതൊക്കെ നഷ്ടപ്പെടും. ഫോൺ അധികമായിട്ട് നമ്മൾ കണ്ടുവരുമ്പോഴേ നമുക്ക് മെമ്മറി പവറും കുറയും. മാത്രമല്ല ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണ സ്കില്ലും നമ്മുടെ കുറയും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആദ്യമേ പറയാറുണ്ടല്ലോ, നമുക്ക് ഫ്രീ ടൈം കിട്ടുമ്പോൾ ഫോൺ ആവശ്യത്തിന് നോക്കാം. ഇടയിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ മിക്സ് ചെയ്തിട്ട് ഇല്ലെങ്കിൽ നമ്മുടെ ആ സ്കില്ലുകളും അതൊക്കെ നഷ്ടപ്പെടും. ഏജ് കൂടുന്തോറും നമുക്കത് കുറഞ്ഞു വരും. എനിക്കും പലപ്പോഴും തോന്നാറുണ്ട് ഈ ഫോൺ അധികം യൂസ് ചെയ്യുമ്പോൾ ഭയങ്കര ഓർമ്മക്കുറവ് പോലെ നമുക്ക് തോന്നും. കാരണം നമ്മൾ കണ്ട കുറേ വീഡിയോസ് കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും നമുക്കത് ഓർമ്മ പോലും ഇല്ല എന്താ കണ്ടതെന്ന്. അപ്പോൾ അതിലും നല്ലത് നല്ല അർത്ഥവത്തായ എന്തെങ്കിലും വീഡിയോസ് കാണുക, അതോടൊപ്പം ഇങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ബ്രേസ്ലെറ്റിൻ്റെ മുത്തുകളൊക്കെ സെലക്ട് ചെയ്തിട്ട് കളേഴ്സ് ഒരു റോസ് കളറും അങ്ങനത്തെ ഒരു വൈറ്റ് കോമ്പിനേഷൻ എടുത്ത്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അതിനുള്ള അക്ഷരങ്ങൾ ഉണ്ടായിരുന്നു ഇങ്ങനത്തെ മുത്തുകളുടെ. അപ്പോൾ ഞാൻ വിചാരിച്ചു മലയാളി മോംന്ന് ഉള്ളൊരു ബ്രേസ്ലെറ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കുഞ്ഞു കുട്ടികൾ ഇടുന്ന പോലത്തെ ബ്രേസ്ലെറ്റാണ്. പക്ഷേ എനിക്ക് ഇങ്ങനത്തെയൊക്കെ ഇഷ്ടമായിട്ടോ, ക്യൂട്ടായിട്ടുള്ള ഐറ്റംസൊക്കെ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ എഴുതിയിട്ട് കൈ ഇങ്ങനെ ഇടാമെന്ന്. അപ്പോൾ ഇതുപോലെ മക്കളെപ്പോഴും തന്നെ ഓരോ എഴുതിയതൊക്കെ ഓരോ മോഡലൊക്കെ ഉണ്ടാക്കാറുണ്ട്. ഞാൻ വിചാരിച്ചു എനിക്ക് വേണ്ടി ഇങ്ങനത്തെ ഒരെണ്ണം ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ വൈറ്റ് ഷെയ്ഡിലാണ് ചെയ്തിരിക്കുന്നത്. അത് ഞാനിതുപോലെ എലാസ്റ്റിക്കിൻ്റെ ത്രെഡുമ്പോൾ കോർത്തെടുക്കുകയാണ്. നമ്മുടെ കൈയുടെ അളവിന് കൃത്യമായിട്ട് എടുത്താൽ മതി. കാരണം അത് വലിയുന്ന എലാസ്റ്റിക്കിൻ്റെ ത്രെഡാണല്ലോ. അപ്പോൾ അതുകൊണ്ട് കൈക്ക് സുഖമായിട്ട് നമുക്ക് കടത്താൻ പറ്റും. അപ്പോൾ ഞാൻ മുത്തുകളൊക്കെ കോർത്ത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും എടുത്തോളൂ കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മൾ കുറേ നാൾ കഴിഞ്ഞ് ചെയ്യുമ്പോൾ ഏറ്റവും ബുദ്ധിമുട്ടുള്ള എടുത്താൽ പകുതിക്ക് വെച്ച് ഞാൻ ഇട്ടിട്ട് പോകും. അതുകൊണ്ടാണ് ഞാൻ ഇപ്പം തന്നെ തീർക്കുന്ന ഒരു 10-15 മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എടുത്തത്. അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഞാൻ വെച്ച് നോക്കിയപ്പോൾ ത്രെഡ് ഇത്തിരി നീളം കൂടുതലായിരുന്നു. അപ്പോൾ ഞാനത് കുറച്ച് മുത്തുകൾ മാറ്റി ബാക്കി ഞാൻ വെച്ചിട്ട് കെട്ടാണ്. കുറച്ച് നമ്മൾ ത്രെഡ് ഇത്തിരി നീളത്തിലെടുത്താലോ കെട്ടാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ കെട്ടിയിട്ട് ഞാൻ നല്ല ടൈറ്റിൽ കെട്ടിയ ശേഷം ഗ്ലൂ ചെയ്യണമെങ്കിൽ ഗ്ലൂ ചെയ്യാം. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. ഫെവിക്വിക്ക് വെച്ചിട്ടാണ് ഒട്ടിക്കുക. അത് ഒട്ടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്രേസ്ലെറ്റ് റെഡി ആയിട്ടുണ്ട്. ഇതുമ്പോൾ വല്ല ചാംസ് എന്നൊക്കെ ഉണ്ടല്ലോ, ലോക്കറ്റ് പോലത്തെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത രസമായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ പേരുള്ള ബ്രേസ്ലെറ്റാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഞാൻ പുറത്ത് പോകുമ്പോൾ എന്നെ ആരെങ്കിലും കണ്ടിട്ട് തിരിച്ചറിഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ
എന്നെ വിളിക്കുക മലയാളി മോം എന്നാണ്. എൻ്റെ പേര് ഹെൽന എന്നാണ്, പക്ഷേ പലരും അത് വിളിക്കാറേ ഇല്ല. എല്ലാവരും വന്നിട്ട് പറയാം മലയാളി മോം അല്ലേ എന്ന് ചോദിക്കുക. എനിക്കത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നും കേട്ടോ, നമ്മുടെ പേര് ഈ രീതിയിൽ വിളിക്കുന്നത് കാണുമ്പോൾ. അപ്പോൾ ഹെൽന എന്നുള്ള പേര് പലരും ശ്രദ്ധിക്കുന്നില്ല എന്നെനിക്ക് തോന്നുന്നു ചാനലിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ പോലും. എന്നാലും അങ്ങനെ അപ്പോൾ നമ്മൾ പറയുന്നത് അങ്ങനെയാണല്ലോ, മലയാളി മോമിലേക്ക് സ്വാഗതം, അതായിരിക്കും എല്ലാവരും അങ്ങനെ വന്ന് പറയുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ഓരോന്നൊക്കെ ചെയ്യുമ്പോഴില്ലേ പാട്ടുകളൊക്കെ ഇങ്ങനെ കേട്ടിരിക്കും കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടം അത് ഈ 80s 90s ഗാനങ്ങൾ, അങ്ങനത്തെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അപ്പോൾ അത് കേട്ട് ഇങ്ങനെ പണികൾ ചെയ്യാൻ എനിക്ക് തോന്നുന്നു. ഏജ് കൂടുന്തോറും നമുക്ക് ഇങ്ങനത്തെ പാട്ടുകൾ കേൾക്കാനൊക്കെ കൂടുതൽ ഇഷ്ടമല്ലേ. അങ്ങനെ സമയം ഒരു 6:15 കഴിഞ്ഞിട്ടുണ്ട്. മക്കൾ ട്യൂഷൻ കഴിഞ്ഞ് വന്നതേ കുളിച്ച് ഫ്രഷായി അവർ TV കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതേ മാങ്ങ കണ്ടപ്പോൾ അവൾക്ക് മാങ്ങ ഉപ്പിലിട്ട് ഉപ്പും മുളകും ചേർത്ത് കഴിക്കുന്നത് കണ്ടു. ഉപ്പ് ഇത്തിരി കൂടുതലായിട്ടാണ് പ്ലേറ്റിൽ അവൾ ഇട്ടേക്കണത്, അത് അത്രയൊന്നും യൂസ് ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ മാങ്ങ അവൾ തന്നെ അത് കട്ട് ചെയ്തെടുത്ത് അവൾ ചതച്ചിട്ടൊക്കെ ഉപ്പും മുളകും ഇത്തിരി നാളികേരം കൂടി ഇട്ടിട്ട് കഴിക്കാനാണ് ടേസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അവൾ ഉണ്ടാക്കി വെച്ചാൽ അവൾ കഴിക്കാൻ കൊണ്ടുപോയതാണ്. അപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ ഒരു 6 മണിയായപ്പോഴേക്കും ഞാൻ അടുക്കളയിലോട്ട് പോകുന്നു കേട്ടോ. ഞാൻ മുകളിൽ ഇരുന്നിട്ട് പിന്നെ ഇങ്ങോട്ട് പോകുന്നു. ഇന്ന് ഞാൻ വൈകുന്നേരം കുറച്ച് പാചക പരിപാടിയുണ്ട്. സാധാരണ ഞാൻ വൈകുന്നേരം പാചകമൊന്നും ചെയ്യലില്ല. കുറച്ച് ബീഫിൻ്റെ നെയ്യ് ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നെയ്യൊന്ന് കുക്കറിൽ വേവിച്ചെടുത്തിട്ട് അതിൽ കുറച്ച് കപ്പ ചേർത്തിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഉച്ചയ്ക്ക് മീൻ കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കപ്പയും ഈ അതുപോലെ തന്നെ മീൻ കറിയും കൂടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ നെയ്യ് കുക്കറിൽ ഇട്ടിട്ട് അതിൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ ഉപ്പ് ഇത് ചേർത്തിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ്. ആവശ്യത്തിന് വെള്ളം കൂടി കുക്കറിൽ ചേർത്ത് കൊടുക്കുക. ഇവിടെ കപ്പ നന്നാക്കി വെച്ചാൽ നമ്മുടെ വീട്ടിലുണ്ടായിട്ടുള്ള കപ്പയാണ്. അപ്പോൾ ഇതിവിടെ നന്നാക്കി വെച്ചിട്ടുണ്ട്. അത് വെള്ളത്തിൽ തിളപ്പിച്ചെടുക്കുക, ഉപ്പ് ചേർത്ത് വേവിച്ചെടുക്കുക. വെള്ളം അത് കഴിഞ്ഞാൽ ഊറ്റിക്കളയുക. അപ്പോൾ സെൻട്രൽ സ്റ്റൗവിൽ ഞാൻ മീൻ ഫ്രൈ ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട്. ഉച്ചയ്ക്ക് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നത് കിളിമീനായിരുന്നു, കറി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 6 മീൻ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രൈ ചെയ്യാനായിട്ട്. അപ്പോൾ അതേ നെയ്യ് ഏകദേശം ഇതുപോലെ ഉരുകിയൊക്കെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. കുക്കറിൽ സാധാരണ ബീഫൊക്കെ വേവിക്കാൻ എടുക്കണം അതേപോലെ തന്നെ ഞാൻ വിസിലടിച്ച് വേവിച്ചത് കേട്ടോ. ഇനി ഇതേ മീൻ ഫ്രൈ ചെയ്തൊക്കെ സെറ്റാക്കി അത് മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മൾ വേവിച്ചെടുത്ത കപ്പയിലെ വെള്ളമൊക്കെ കളഞ്ഞ് ഞാൻ ഈ ഒരു ബീഫിൻ്റെ നെയ്യിലോട്ടിട്ട് മിക്സാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഉപ്പൊക്കെ നമ്മൾ ആവശ്യത്തിന് നോക്കിയിട്ട് ചേർക്കണം കേട്ടോ. ഇനി നമുക്കിത് കാച്ചി എടുക്കാം. അപ്പോൾ ഇതിനായിട്ട് ഒരു വലിയ ചീനച്ചട്ടിയിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് സവാള ചോപ്പ് ചെയ്തത്, നീളത്തിൽ ചോപ്പ് ചെയ്തത്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആയിട്ടുള്ളത് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതൊരു 1/4 ടീസ്പൂൺ വെച്ച് രണ്ടും കൂടി ഇട്ടിട്ടുണ്ട്. നന്നായി ഇതൊന്ന് മൊരിയിച്ചെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇത്രയുമാണ് ചേർത്തിരിക്കുന്നത്. ചേർത്ത് നന്നായി ഒന്ന് മൊരിയിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ സ്പെഷ്യലായിട്ടൊരു കാര്യം ചേർക്കുന്നത് കോഴിമുട്ട പൊരിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ ചേർക്കാൻ വരിക. അപ്പോൾ കോഴിമുട്ട ഇതിലിട്ടിട്ട് തന്നെ ആ മസാലയിലിട്ട് പൊരിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ 2 കോഴിമുട്ട ആദ്യം ചേർത്തത്, പക്ഷേ പിന്നീടെങ്കിൽ നോക്കിയപ്പോൾ അത് കുറവായിട്ട് എനിക്ക് തോന്നി. ഞാനിങ്ങനെ തട്ടുകടയിൽ പോയി ഒരട്ടം കഴിച്ചപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതായിരുന്നു. അപ്പോൾ 2 എണ്ണം ചേർത്തപ്പോൾ ഇത്രയധികം കപ്പയുള്ളതുകൊണ്ട് അത് കുറവായിട്ട് തോന്നി. ഇപ്പോൾ ഞാനൊരു 3 എണ്ണം കൂടി പിന്നീട് കോഴിമുട്ട ഫ്രൈ ചെയ്ത് അതിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ കപ്പയും കൂടി അതിലേക്ക് ചേർത്തു. കോഴിമുട്ടയൊക്കെ നല്ലതായി ഫ്രൈ ആയി വന്നപ്പോൾ അതിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു. അതേ സൈഡിൽ ഞാൻ ഒന്നും കൂടി നേരത്തെ പറഞ്ഞില്ലേ, ഒരു 3 കോഴിമുട്ട ഞാനൊന്ന് ചിക്കി പൊരിച്ചെടുക്കുകയാണ്. അതിൽ ഞാൻ നേരത്തെ ചേർത്ത പോലെ തന്നെ ഇത്തിരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും കൂടി ചേർത്തിട്ട് തന്നെയാണ് ചെയ്യണത്. കാരണം അല്ലെങ്കിൽ ആ ഫ്ലേവർ അതുപോലെ വരില്ലല്ലോ. ഉപ്പും കൂടി ചേർത്തു. അങ്ങനെ മൊരിച്ചെടുത്ത് അതിൽ ചേർത്ത് നന്നായി ഇളക്കിയെടുത്തു. അപ്പം ഞാൻ പറഞ്ഞില്ലേ, തട്ടുകടയിൽ പോയ സമയത്ത് ഞാൻ ഇതുപോലെ കഴിച്ചിട്ടുണ്ടായിരുന്നു. കപ്പയും അതുപോലെ തന്നെ ഈ കോഴിമുട്ട ചേർത്തിട്ടുള്ളത് നല്ല രസമുണ്ടായിരുന്നു കഴിക്കാൻ. അവിടെ നിന്ന് ഇങ്ങനെ ചൂടോട് കിട്ടിയപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ഇൻസ്പയർഡ് ആയിട്ട് ഞാൻ ആലോചിച്ചു അന്ന് അങ്ങനെ ചെയ്യാമെന്ന്. ഇനി ഞാൻ ഈ ഒരു കപ്പ കഴിക്കുന്ന സമയത്ത് അതിൻ്റെ മുകളിൽ ഇങ്ങനെ സവാള നല്ല കുരുകുരുവും ചോപ്പ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ പ്രത്യേക ടേസ്റ്റ്. എനിക്ക് നല്ല ഇതാട്ടോ, മീനൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ അതിൻ്റെ മുകളിൽ സവാള വയ്ക്കുക, അല്ലെങ്കിൽ കപ്പ ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഒക്കെ സവാള ഇങ്ങനെ അരിഞ്ഞിടുന്നത് നല്ല രസമാണ്. അപ്പോൾ അതും കൂടി ചോപ്പറിൽ ഞാൻ ചോപ്പ് ചെയ്തെടുത്തു. എനിക്ക് മരിയാനൊക്കെ മടിയായി. അപ്പോൾ ഞാൻ വിചാരിച്ചു ചോപ്പറിൽ വേഗം ചെയ്യാമെന്ന്. അങ്ങനെ അതും കൂടി ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ പണികളൊക്കെ കഴിഞ്ഞു. ഇനി പാത്രം കഴുകി വെച്ചാൽ വേഗം ഫ്രഷ് ആവുന്ന ടൈമാണ്. അപ്പോൾ ഇന്ന് 7 മണി കഴിഞ്ഞു ഈ പണികളൊക്കെ കഴിഞ്ഞപ്പോഴേക്കും. കാരണം ഇത് ഉണ്ടാക്കാൻ ഞാൻ നിന്നില്ല, അല്ലെങ്കിൽ ഞാൻ സാധാരണ ഒന്നും ഉണ്ടാക്കലൊന്നുമില്ല വൈകുന്നേരം. അങ്ങനെ സമയം ഇപ്പോൾ ഒരു 7:30 ആയിട്ടുണ്ട്. ഞാൻ ഫ്രഷായി വന്നത് കുറച്ച് ചെറിയൊരു സ്കിൻ കെയർ മോയ്സ്ചറൈസർ മുഖത്ത് അപ്ലൈ ചെയ്യും. പിന്നെ കണ്ണിൻ്റെ തടത്തിൽ വെക്കാനായിട്ടൊരു ഐറ്റം വാങ്ങിയതാട്ടത്, ഐസ് സിറം പാച്ച് എന്ന് അതിൻ്റെ പേര്. ഗോൾഡ് കളറിലിരിക്കുന്നത്. അപ്പോൾ ഭയങ്കര കൂളിംഗ് എഫക്റ്റ് ആട്ടോ കണ്ണിൻ്റെ തടത്തിലേക്ക് ഈ ഒരു ബോട്ടിൽ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ഇത് കണ്ണിൻ്റെ തടത്തിൽ വെക്കാനുള്ള ഷേപ്പിൽ ഒരു തരം ഒരു ലിക്വിഡിൻ്റെ ഉള്ളിലാണ് ആ ഒരു സംഭവം വെച്ചിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ കണ്ണിൻ്റെ തടത്തിൽ ഇങ്ങനെ വെച്ചാൽ കണ്ണിൻ്റെ അടിയിലെ കറുപ്പ് നിറമൊക്കെ പോകുമെന്നാണ് പറയണത്. പക്ഷേ ഞാനത് ഉപയോഗിച്ച് തുടങ്ങിയിട്ടുള്ളതുകൊണ്ട് എനിക്ക് അതിൻ്റെ അഭിപ്രായം ഒന്നും പറയാറായിട്ടില്ല. ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് വഴിയെ പറയാം. 15 മിനിറ്റ് വെച്ച ശേഷം പിന്നെ അതെടുത്ത് മാറ്റി ഒന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ മതി എന്നാണ് പറഞ്ഞത്.
അങ്ങനെ ഞാൻ ഇവിടേക്ക് വന്നപ്പോഴേക്ക് ഏകദേശം സമയം ഇപ്പോൾ ഒരു 7:45 ആവാറായപ്പോൾ മക്കൾ ഒരു 7 മണിക്ക് പഠിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു. അവർ ടി വി ഒക്കെ കണ്ടു കഴിഞ്ഞ് പിന്നെ പഠിക്കാനിരുന്നാണ്. അപ്പച്ചനും വെച്ചും സീരിയലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു സീരിയൽ നിങ്ങൾ കാണാറുണ്ടോ? ഞാൻ കാണാറില്ല സീരിയൽ, പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ എനിക്ക് എല്ലാ കഥയും കേട്ടിട്ട് കാണാണ്ട് അറിയാം കേട്ടോ. പിന്നെ സീരിയൽ വളരെ പതുക്കെയല്ലേ നീങ്ങളുള്ളൂ, അതുകൊണ്ട് എത്ര ദിവസം കഴിഞ്ഞ് കണ്ടാലും കഥ ഏകദേശം പിടികിട്ടും. അതുകൊണ്ട് സീരിയൽ കാണാറില്ലെങ്കിലും കഥ അല്ലാതെ എനിക്കറിയാം കേട്ടോ. അപ്പം അങ്ങനെ ഞങ്ങളിത് ഒരു 8 മണിയായപ്പോൾ പ്രയറിൻ്റെ സമയമാണ്. ഒരു അരമണിക്കൂറാണ് പ്രയർ ഉണ്ടായിരിക്കുക. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഡിന്നർ കഴിക്കുക. അപ്പോൾ ഡിന്നറിന് ഇന്ന് നമ്മൾ ചോറ് ഉണ്ടായിരുന്നല്ലെങ്കിലും പിന്നെ മീൻ കറിയും ഉപ്പേരിയും അതിൻ്റെ കൂടെ നമ്മൾ കപ്പ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കൂടിയാണ് കഴിക്കുന്നത്. അപ്പോൾ ചോറൊന്നും ആർക്കും ആവശ്യം വന്നില്ല, കാരണം ഈ കപ്പ നമ്മൾ അത്യാവശ്യം ക്വാണ്ടിറ്റിയിലുണ്ട്. അപ്പോൾ ഇതും മീൻ കറിയും എല്ലാം കൂടി ആയപ്പോൾ തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ മീൻ കറി വേണമെന്നില്ല കേട്ടോ, ഈ ഒരു കപ്പ ഇങ്ങനെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. ഞങ്ങളിതേ കണ്ടുകൊണ്ടിരിക്കുന്ന സിനിമ ശ്രീകൃഷ്ണപുരത്തെ നക്ഷത്രത്തിളക്കം എന്നുള്ള സിനിമയിലല്ലോ, എനിക്കത് ഭയങ്കര ഇഷ്ടമായി. എന്തോരം കോമഡിയല്ലേ. അപ്പോൾ എൻ്റെ മക്കൾ ഈ പഴയ പടങ്ങളൊന്നും എല്ലാം കണ്ടിട്ടില്ല. അപ്പോൾ ഞങ്ങൾ ഓരോ ദിവസം ഇരുന്നിട്ട് പഴയ പടങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു സിനിമ എടുക്കുകയാണെങ്കിൽ ഒരു അരമണിക്കൂറേ കാണുള്ളൂ ആ സിനിമ, അതിൻ്റെ ബാക്കി അടുത്ത ദിവസമായിരിക്കും കാണാം. അങ്ങനെ ഒരു 2-3 ദിവസം എടുത്തിട്ടായിരിക്കും ഒരു പടം കണ്ടു തീർക്കുക. അപ്പോൾ ആ ഒരു സിനിമ നല്ല തമാശയല്ലേ. അങ്ങനെ സമയം ഇപ്പോൾ 9 മണിയായപ്പോൾ ഞങ്ങൾ ഇവിടെ TV ഓഫ് ചെയ്തു. അത് കഴിഞ്ഞ് ദേ കിച്ചണിൽ വന്ന് പാത്രങ്ങളും കാര്യങ്ങളൊക്കെ കഴുകാണ്. അപ്പോൾ ഇപ്പോൾ എന്നെ കുറച്ച് ദിവസമായിട്ട് ഇസ്സ സഹായിക്കുന്നുണ്ട് വൈകുന്നേരം പാത്രം കഴുകാനൊക്കെ ആയിട്ട്. കാരണം എനിക്ക് ഞാൻ പറഞ്ഞില്ലേ ഈ പാത്രങ്ങളിലാണ് വലിയ ഇഷ്ടമില്ലാത്ത ജോലി. അപ്പോൾ ഒരു നേരെങ്കിലും ആരെങ്കിലും ഹെൽപ്പ് ചെയ്താൽ ഏറ്റവും സന്തോഷം. അപ്പോൾ ഊണ് കഴിക്കുന്ന പാത്രം എല്ലാവരും അവരവരുടെ കഴുകും. ബാക്കിയുള്ള പാത്രങ്ങൾ പ്രത്യേകിച്ച് വൈകുന്നേരത്തെ പാത്രം കഴുകൽ അല്ലാണ്ട് നമുക്ക് മടുത്തു അല്ല, ആ ഡേ ഫുള്ള് പണിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ അല്ലേ. പിന്നെ വൈകുന്നേരം പിന്നെയും കഴുകാമെന്ന് ഓർക്കുമ്പോൾ ഒരു ഇറിറ്റേഷനാണ്. അപ്പോൾ ഞാനും അവളും കൂടി സംസാരിച്ചൊക്കെ നിന്ന് എന്താ പറയുക, അവൾ ആ ജോലി ചെയ്യണത് അവളും അറിയുന്നില്ല, ഞാൻ ചെയ്യുന്ന ജോലി ഞാനും അറിയുന്നില്ല. കാരണം സംസാരിച്ചിരിക്കുമ്പോൾ നമ്മൾ ജോലി ചെയ്യണത് അറിയാത്ത പോലെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. ഞാനവിടെ സ്റ്റവൊക്കെ വൃത്തിയാക്കിയിട്ടു. പിന്നെ ബാക്കിയുള്ള കുറച്ച് വലിയ പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഞാൻ കഴുകിയാൽ വൃത്തിയാവും. അപ്പോൾ അതൊക്കെ കഴുകി വെച്ചു. അത് കഴിഞ്ഞ് സിങ്കും അതൊക്കെ ക്ലീൻ ചെയ്തൊക്കെ കഴിഞ്ഞോടുകൂടി നമ്മുടെ ക്ലീനിങ് പരിപാടി, കിച്ചൺ ക്ലീനിങ് കംപ്ലീറ്റായി. അങ്ങനെ കിച്ചൺ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞതേ ഒക്കെ സെറ്റായിട്ടുണ്ട്. നാളെ രാവിലെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ കിച്ചണിലോട്ട് നമുക്ക് വരാം. അങ്ങനെ സമയം ഇപ്പോൾ ഒരു 9:30 അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഇവിടെ സംസാരിച്ചിരിക്കുകയാണ്. അപ്പോൾ റോസ് കുറച്ച് GK ക്വസ്റ്റ്യൻസ് ചോദിക്കാമെന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൾക്ക് പഠിക്കാൻ കൊടുത്താൽ കേട്ടോ. അവൾ ഞങ്ങളോട് ചോദ്യം ചോദിച്ചിട്ട് അവൾ പറയാം എനിക്ക് പഠിക്കാൻ പറ്റും, നിങ്ങളൊക്കെ ഉത്തരം പറയാമെന്ന് പറഞ്ഞിട്ട് എല്ലാവരെയും പിടിച്ചിരുത്തിയിട്ട് ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ആർക്കാണ് ഉത്തരം ആദ്യം കിട്ടണമെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെ കുറച്ച് നേരമൊക്കെ സംസാരിച്ചൊക്കെ ഇരുന്നു. പിന്നെ എന്താ പറയുക, പിന്നെ പഠിക്കാനായിട്ട് അവരും പോയില്ല കേട്ടോ. രാവിലെ ഇനി നേരത്തെ എന്നിട്ട് പഠിക്കപ്പോൾ ഇനി മടിയാവണു എന്നൊക്കെ പറഞ്ഞിട്ട് അവരവിടെ തന്നെ ഇരുന്നു. അങ്ങനെ സമയം ഏകദേശം ഒരു 10 മണിയാവാറായി. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഒന്ന് ഫോണൊന്ന് നോക്കാമെന്ന് വിചാരിച്ചതേ ഇതിലിരുന്നിട്ട് എനിക്കിപ്പോൾ ഇന്ന് ഞാൻ മാലയൊക്കെ ഉണ്ടാക്കിയല്ലോ. അപ്പോൾ എനിക്ക് തോന്നി കുറച്ച് ദിവസമായിട്ട് നമുക്കിങ്ങനെ ഇൻട്രസ്റ്റ് വന്നാൽ നമ്മൾ ആ കാര്യത്തിന് ട്രൈ ചെയ്യാം. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലുമൊക്കെ ക്രാഫ്റ്റ് ചെയ്യാം, അതിനുള്ള ഐഡിയാസൊക്കെ ഒന്ന് നോക്കാമെന്ന് വെച്ചാൽ പിൻട്രസ്റ്റിലിരുന്ന് വെറുതെ ഇങ്ങനെ നോക്കണം. അപ്പോൾ ഇതിൽ കാണുന്ന ഓരോ ഐഡിയ ഒക്കെ കാണുമ്പോൾ ഞാൻ വിചാരിക്കും ഇതുപോലെ അങ്ങോട്ട് ചെയ്യാം, എന്തൊരു ഈസിയാണെന്ന്. സംഭവം 1 മിനിറ്റിൻ്റെ വീഡിയോ ആണ്. നമ്മൾ കാണുമ്പോൾ ഈസിയാണെന്ന് വിചാരിക്കും, നമ്മൾ ഉണ്ടാക്കാൻ തുടങ്ങുമ്പോൾ 1 മിനിറ്റ് കൊണ്ടൊന്നും നിൽക്കില്ല കേട്ടോ. ചിലപ്പോൾ 1 മണിക്കൂർ എടുക്കും. പിന്നെ ആ ക്രാഫ്റ്റ് ചെയ്തതിൻ്റെ ക്ലീനിങ് ചെയ്യലാണ് അതിനും വലിയ പണി. അപ്പോൾ പലപ്പോഴും എനിക്ക് മടി തോന്നും ചെയ്യാനായിട്ട്. അങ്ങനെ സമയം ഒരു 10:30 മണിയായി. ഞാൻ എൻ്റെ ഡയറി എടുത്തിട്ട് വീഡിയോ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതി വെക്കുകയാണ്. ഓരോ ദിവസവും ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ടൊന്ന് എഴുതി വെക്കുകയാണ്. അപ്പോൾ ഞാൻ അങ്ങനെ എഴുതി വെച്ചാലാണ് എനിക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്ത് ഷൂട്ട് ചെയ്യണം എന്നിങ്ങനെ അറിയുള്ളൂ. അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ ചെന്ന് സാധാരണ ഇപ്പോൾ നമ്മൾ ജോലി ചെയ്യുന്ന പോലെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ വീട്ടിൽ ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല. വീഡിയോ പിടിക്കുമ്പോൾ കൃത്യമായിട്ട് ഷൂട്ട് ചെയ്ത് കിട്ടണം. ആ ഒരു മൊമെൻറ്റ് ഷൂട്ട് ചെയ്ത് കിട്ടിയില്ലെങ്കിൽ പിന്നെ ആ മൊമെൻറ്റ് തിരിച്ച് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് ഓരോ സമയത്തും ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ് വേണ്ടതെന്ന് ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് എഴുതി വെക്കും, ഓരോ കാര്യങ്ങളും. അപ്പോഴാണ് അത് ഷൂട്ട് ചെയ്യുമ്പോൾ കറക്റ്റ് ആ ഒരു ഡേ ഇൻ മൈ ലൈഫ് അല്ലെങ്കിൽ ഒരു ടൈം മാനേജ്മെൻറ്റ് കൃത്യമായിട്ട് നമുക്ക് കിട്ടുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പരമാവധിയൊക്കെ നോക്കും. ചില സമയത്ത് നമ്മളിതൊക്കെ എഴുതി വെച്ചാലും ചിലപ്പോൾ ഷൂട്ട് ചെയ്യാൻ മറന്നു പോകും ശരിക്കും പറഞ്ഞാൽ. അത് കഴിയുമ്പോൾ ഞാൻ വിചാരിക്കും അയ്യോ അത് ഷൂട്ട് ചെയ്തില്ലല്ലോ എന്ന് ഓർക്കും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഇല്ലാതിരിക്കാനാണ് പരമാവധി എഴുതിയൊക്കെ വെക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ കിടന്നുറങ്ങും. ഇത്രയേ ഉള്ളൂ എൻ്റെ ഈവനിങ് ടു നൈറ്റ് റൊട്ടീൻ. അപ്പോൾ പരമാവധി നേരത്തെ കിടന്നുറങ്ങിയാൽ അത്രയും നല്ലത്. കാരണം രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കണമെങ്കിൽ കുറച്ച് വേഗം തന്നെ ഉറങ്ങണം. ഫോണും നോക്കി വൈകുന്നേരം വരെ ഇരുന്നാൽ ഉറക്കം നടക്കില്ല. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും നമ്മൾ വരുന്നതായിരിക്കും. അതൊരിക്കലും എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.